മലയാളിക്കുമുണ്ട് സ്വന്തമായി ഒരു നെറ്റ്ഫ്ലിക്സ്. ഓരോ വീഡിയോയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് കാണുന്ന നമ്മുടെ കരിക്ക്. യൂട്യൂബ് ചാനലാണെങ്കിലും മലയാളികൾക്കും സ്വന്തമായി ഒരു നെറ്റ്ഫ്ലിക്സ്. 2016 തുടങ്ങിയ ഒരു ചെറിയ ഫേസ്ബുക്ക് പേജിൽ നിന്നായിരുന്നു മലയാളിയുടെ സ്വന്തം കരിക്കിൻ്റെ വളർച്ച. ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കൊച്ചു യൂട്യൂബ് ചാനലിന് ഇന്ന് 9 മില്യൺ ആരാധകരുണ്ട്. ലോലനും ശംഭുവും ജോർജും ഷിബുവും മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായി കഴിഞ്ഞു. 2018 ഏപ്രിൽ 1 കരിക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആദ്യ വീഡിയോ എത്തിയത്. ഫിഫ ലോകകപ്പ് വീഡിയോയിലൂടെ കരിക്കിലെ പിള്ളേര് ഫേമസ് ആയി. പിന്നാലെ തേരാ പാര എന്ന മിനി വെബ് സീരീസും എത്തി. മലയാളത്തിൽ ഇത്ര സൂപ്പർ ഹിറ്റായ മറ്റൊരു വെബ് സീരീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. നിഖിൽ പ്രസാദ് എന്ന ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം. 10 വർഷത്തോളം ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു നിഖിൽ. 2016 ഡിജിറ്റൽ മീഡിയ ചാനൽ ആരംഭിക്കണമെന്ന ആലോചനയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. കേരളത്തിൽ അന്ന് സജീവമായൊരു ഡിജിറ്റൽ ചാനൽ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയ നിഖിൽ അങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത്. സ്വയം എഡിറ്റ് ചെയ്ത വീഡിയോയും സ്റ്റോറികളും ഒക്കെ അപ്ലോഡ് ചെയ്തു തുടങ്ങി. 2 വർഷം അങ്ങനെ പോയി. 2018 ജോലി രാജിവെച്ച് ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തു. യൂട്യൂബ് ചാനൽ അങ്ങനെ ആരംഭിച്ചു. അന്നു മുതലാണ് കരിക്കിനായി വീഡിയോ നിർമ്മാണം തുടങ്ങിയത്. ഏപ്രിൽ ഫോൾ വീഡിയോയിലൂടെയാണ് തുടങ്ങിയത്. അന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നീട് ഒരു വഴിത്തിരിവായത് ലോകകപ്പാണ്. ലോകകപ്പിൻ്റെ സമയത്ത് ഫേസ്ബുക്കിൽ ഫിഫ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. അതിനുവേണ്ടി കുറച്ച് ഫാൻ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് വീഡിയോകൾ നിർമ്മിച്ചു. ആ വീഡിയോസിലൂടെയാണ് കരിക്കിനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത്. പിന്നാലെ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കും സ്വീകാര്യത ലഭിച്ചു തുടങ്ങി. അങ്ങനെ ആ കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് മിനി വെബ് സീരീസ് ആരംഭിച്ചു. അതാണ് തേരാ പാര. അത് വൻ ഹിറ്റുമായി. ലോലനും ജോർജുമൊക്കെ നമുക്കിടയിൽ ഉണ്ടല്ലോ, നമുക്ക് സുപരിചിതരായവരാണല്ലോ. മറ്റു ഭാഷകളിൽ ഇറക്കുന്ന ഒരുപാട് വെബ് സീരീസുകൾ കാണാറുള്ള നമുക്ക് സാക്ഷാൽ നെറ്റ്ഫ്ലിക്സിന് സമാനമായി മാറി അങ്ങനെ കരിക്ക്. ലോലനും ജോർജും ശംഭുവും ഷിബുവുമായി നമ്മുടെ സുഹൃത്തുക്കൾ. നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ തുടങ്ങി. സൗഹൃദങ്ങൾക്കിടയിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സംഭാഷണങ്ങൾ കരിക്കിലും കാണാം. കരിക്കിൻ്റെ കെമിസ്ട്രി അങ്ങനെ ഗംഭീരമായി വർക്കൗട്ടായി. കരിക്ക് എന്ന് പറയുമ്പോൾ ഒപ്പം കരിക്കിലെ വീടും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നു തന്നെയാണ്. ഓഫീസ് ആവശ്യത്തിനായി ഒരു വീട് എടുത്ത് പിന്നീട് വീഡിയോകൾ വീട്ടിനുള്ളിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഷൂട്ടില്ലാത്തപ്പോഴും ആ വീട്ടിലായിരിക്കും എല്ലാവരും. തമ്മിൽ നല്ല സൗഹൃദമാണ്. അങ്ങനെ ആ സൗഹൃദത്തിന് പുറത്ത് പരസ്പരം പറയുന്ന തമാശകൾ കരിക്കിലും പ്രതിഫലിച്ചു. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം വീഡിയോ കൂടുതൽ ശ്രദ്ധേയമാക്കി. അതുതന്നെയാണ് കരിക്കിൻ്റെ വിജയത്തിൻ്റെ പിന്നിലും. എന്നാൽ കേവലം ഒരു ഹാസ്യ വീഡിയോ മാത്രമായിരുന്നില്ല നിഖിലിൻ്റെ മനസ്സിൽ. 20ാമത്തെ എപ്പിസോഡോടെ തേരാ പാര സീരീസ് അവസാനിപ്പിച്ചു. പിന്നീട് പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരുന്നു കഥാപാത്രങ്ങളും കഥയും പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയത്. ഇൻ വീഡിയോ ബ്രാൻഡിംഗ് ആണ് കരിക്കിൻ്റെ പ്രധാന വരുമാന മാർഗം. യൂട്യൂബ് വരുമാനത്തെ പൂർണ്ണമായി ആശ്രയിക്കാനാകില്ല എന്ന ബോധ്യമാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് ബ്രാൻഡിങ്ങിൽ തന്നെയായിരുന്നു നിഖിലിൻ്റെ ശ്രദ്ധയും. ബ്രാൻഡിങ്ങിനും ഹാസ്യത്തിനുമൊക്കെ അപ്പുറത്തേക്ക് നിലവിൽ കരിക്ക് തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു ട്രെൻഡുണ്ട്. തങ്ങൾ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന സിനിമാറ്റിക് ബന്ധമുള്ള വീഡിയോകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ആദ്യം അവർ ചെയ്തത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ചില ഹാസ്യ കഥാപാത്രങ്ങളെ നിർമ്മിച്ച് പരിചയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ പ്രേക്ഷകരുടെ ഒഴുക്കായി കരിക്കിലേക്ക്. പ്രേക്ഷകരെ എല്ലാം വിളിച്ചിരുത്തിയതിനു ശേഷമാണ് ആരാണ് തങ്ങൾ എന്ന കൃത്യമായ രൂപം പ്രേക്ഷകർക്ക് നൽകിയത്. ആദ്യഘട്ടത്തിൽ കഥാപാത്രങ്ങളെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയായിരുന്നില്ല നിഖിൽ ചെയ്തത്. പകരം ഫ്രെയിമുകൾ നിർമ്മിച്ച് കഥാപാത്രങ്ങൾക്ക് പിറകെ പോവുകയായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ക്യാമറ ആംഗിളുകളിലും പ്രേക്ഷകർക്ക് പരിചിതരായ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നും കരിക്ക് ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. ഇപ്പോൾ അതേ ഹൃദയങ്ങളിൽ വ്യത്യസ്തമായ സിനിമാറ്റിക് അനുഭവങ്ങളാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. പലതരം വീഡിയോകൾ, പുതുമുഖങ്ങൾക്ക് കഥയും സംവിധാനവും നിർമ്മാണവും ചെയ്യുവാനുള്ള അവസരങ്ങൾ. അങ്ങനെ ബ്രാൻഡിങ്ങിൽ മാത്രമല്ല, കഴിവുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കരിക്ക്. സിനിമയിൽ അഭിനയിക്കുവാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർക്ക് സിനിമയേക്കാൾ ഇപ്പോൾ അധികം ആഗ്രഹം കരിക്കിൽ ഒന്ന് മുഖം കാണിക്കുവാനാണ്. അതായത് സാധാരണക്കാരന് സിനിമയെ ആഗ്രഹിക്കുന്നവന് ഏറ്റവും വലിയൊരു ആശ്രയമായി മാറിയിരിക്കുന്നു കരിക്ക്. കരിക്കിലെ ജോർജും ശംഭുവും ലോലനും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികളിൽ പലരും. അത്രമേൽ ഇഷ്ടമാണ് മലയാളികളുടെ സ്വന്തം നെറ്റ്ഫ്ലിക്സ് ആയ കരിക്കിനെ.